ഹലോ ഹായ്. സ്കൂളൊക്കെ അടച്ചല്ലോ അല്ലേ? എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? രാവിലെ തന്നെ അച്ഛമ്മ മുറ്റടിക്കാൻ പോയാൽ അച്ഛമ്മയ്ക്ക് കുറേ പണികളുണ്ടാവും കേട്ടോ മുറ്റത്ത്. നമ്മൾ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചട്ടിയിലൊക്കെ ഇട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഒരു കായ്പൊക്കെ ഞങ്ങൾ കണ്ടില്ല, അത് പഴുത്തു പോയി, എന്നാലും അതൊക്കെ പൊട്ടിച്ചു. അപ്പോഴേക്ക് ഇതാ നമ്മുടെ പനിക്കൂർക്ക, ചീനമുളക്, ഇതാ മിറാക്കിൾ ഫ്രൂട്ട് ആർക്കും വേണ്ടാണ്ട് ഒരുപാടുണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ മെയിൻ താരം ചീരച്ചേമ്പാണ് കേട്ടോ. ഞങ്ങൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ചീരച്ചേമ്പ് കഴിക്കുന്നത്. ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്, പ്രിയങ്ക, അവളാണ് ഞങ്ങൾക്കിത് കൊണ്ടു തന്നത്. അപ്പം അമ്മ അത് ചാക്കിലൊക്കെ വെച്ച് നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതൊന്ന് ഇന്ന് ഉപ്പേരി വെച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ കുറച്ച് വള്ളികളൊക്കെ ഇതാ പടർന്നിട്ടുണ്ട്, കയ്പ്പയ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓലയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ശരിയാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 കവറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചീരച്ചേമ്പ് കേട്ടോ. അപ്പം അതിൽ നിന്നൊക്കെ കുറച്ച് തണ്ടുകളൊക്കെ പൊട്ടിച്ചു. അപ്പം ഞങ്ങൾ ഇന്ന് അതിൻ്റെ ഒരു ഉപ്പേരി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ കുറേ പൂക്കളൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട് കേട്ടോ. ചീരത പല ടൈപ്പ് ചീരകളുണ്ട്. ഇതാ ഈ കാണുന്ന ചെറിയ ചീരയുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ പല ഐറ്റംസ്. അപ്പം ഇന്ന് നമുക്ക് ചായക്കടി വന്നിട്ടുള്ളത് പുട്ടാണ്. പുട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ പുട്ടും കടലക്കറിയും. അതിനിടയ്ക്ക് ഇതാ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട്. ചായൻ്റെ ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്നത് കേട്ടോ. ഗ്യാസ് കിട്ടിയിട്ടില്ല, ഗ്യാസും കിട്ടി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും തീരാം. അപ്പോൾ നമ്മൾ അടുപ്പേ ചരണം. അപ്പോൾ ഇതാ ചോറ് കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്പോഴേക്കും ഉപ്പേരിയൊക്കെ മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഉപ്പേരിക്കുള്ള പയറൊക്കെ അച്ഛൻ മുറിച്ച് തരും. അപ്പോൾ ഉപ്പേരിയൊക്കെ പെട്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് സാമ്പാറായിരുന്നു, മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാമ്പാറും വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. കട്ടൻ ചായയും പുട്ടും കടലക്കറിയും. നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ? കടലക്കറി മിക്ക ദിവസവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാറില്ല. ചെറുപയറൊക്കെ ഉണ്ടാക്കുക കേട്ടോ. കാരണം കടല വെള്ളത്തിലിടാൻ മറക്കും, വേറൊരു പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ സ്പെഷ്യൽ ഈസി ആയിട്ട് നമുക്ക് പറ്റുക എന്താ, പപ്പടം, പഴം, ഇതൊക്കെ അല്ലേ. അങ്ങനെ ഇതാ കോണി സ്റ്റെപ്പിൽ മൊത്തം കംപ്ലീറ്റ് പിള്ളേരെ കളിപ്പാട്ടങ്ങളാണ്. അതൊക്കെ എങ്ങനെയൊക്കെ മാറ്റിയിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് ചെല്ലുക, വെയിൽ വന്നോന്നറിയാൻ. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നമ്മുടെ കുടംപുളിയൊക്കെ ഇങ്ങനെ ചെറുതായി വലുതായി നിൽക്കുന്നുണ്ട്. ഇതാ മുരിങ്ങപ്പൂവൊക്കെ അത് നമ്മുടെ അല്ല കേട്ടോ, ഇന്ദിരേച്ചിയുടെ വീട്ടിലത്തെ മുരിങ്ങയാണ്. നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്കാണ് അത് അവർ വെയിൽ കാരണം അങ്ങോട്ട് വന്നിക്കുക. അതൊക്കെ കഴിഞ്ഞതാ അമ്മ പച്ചരി കഴുകി വെയിലത്തിട്ട് വെച്ചിരുന്നു. അപ്പോൾ 1-2 ഉണക്കവും കൂടി ഉണ്ട്. നമ്മുടെ കൊട്ടയും മുറൊക്കെ അതൊക്കെ കണ്ട നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഈ ഒന്നുകൂടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ വീണ്ടും അത് പരത്തിയിടുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, മാർച്ച് മാസത്തെ വെയിലല്ലേ. അപ്പോൾ നല്ല വെയിലാണ്, വെയിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എന്നാലും ഭയങ്കര ചൂടാണ്. അങ്ങനെ വെയിലത്തൊക്കെ ഇട്ടതാ തിരിച്ചിറങ്ങുകയാണ്. പിന്നെ നമ്മുടെ ചീരച്ചേമ്പ് മുറിക്കാൻ തുടങ്ങി. അതൊക്കെ മുറിച്ച് കുനുകുനാ മുറിച്ചു. ഇതാ വെളുത്തുള്ളിയും കടുകും ഒക്കെ ഇട്ട് വറവിലേക്ക് ഇടുകയാണ്. എന്നിട്ട് വറവിലേക്ക് ഇട്ട് ചൊറിയോന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ചേമ്പില അങ്ങനെ കഴിക്കാറില്ലല്ലോ, ചേമ്പും തണ്ടൊക്കെ കൂടി. അങ്ങനെ തേങ്ങയൊക്കെ ഇതാ ഒതുക്കി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഉപ്പേരി സെറ്റായി. അതിനിടയ്ക്ക് നമ്മളിതാ വാഷിംഗ് മെഷീനിലെ തുണികളൊക്കെ ഒന്ന് അയലുമ്മേലിടാമെന്ന് വിചാരിച്ചു. വെയിൽ പൊതുവേ മുറ്റത്ത് വളരെ കുറവാണ്. അപ്പോഴേക്കും അച്ഛൻ പോയി പപ്പടം ഉണക്കലൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് പച്ചക്കറിയും ഉണക്കലും സാമ്പാറും ഉണക്കലും ഭയങ്കര കോമ്പിനേഷനല്ലേ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അതിനുശേഷം പപ്പടവും കാച്ചി. അങ്ങനെ പപ്പടത്തിൻ്റെ മെയിനാണ് നമ്മുടെ ലിച്ചുവാണ് കേട്ടോ. പപ്പടം ഇല്ലേന്ന് ചോദിക്കുമ്പോൾ 2-3 പപ്പടമൊക്കെ ഒറ്റയടിക്ക് റെഡിയാക്കും. പിന്നെ നമ്മുടെ ഒരു പഴുത്ത കായ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ടിട്ട് വാട്ടി. അമ്മയ്ക്ക് കുറച്ച് ഷുഗർ കൂടുതലാണ്, അപ്പോൾ അമ്മയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത്. അപ്പോഴേക്ക് രാജേട്ടൻ എത്തിയതാ തൈര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഞ്ചി തൈരൊക്കെ ഉണ്ടാക്കി കേട്ടോ, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതാ നമ്മുടെ ചോറ് വിളമ്പി. ചോറ് ഇതാ നമ്മുടെ ചീരച്ചേമ്പ് മെയിൻ ഐറ്റം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഉണക്കൽ, സാമ്പാർ, നല്ല കോമ്പിനേഷൻ, പപ്പടവും അടിപൊളി. പിന്നെ അതാ നമ്മുടെ നാരങ്ങാച്ചാറിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാരങ്ങാച്ചാർ. അതിട്ട് വെച്ചിട്ട് കുറേ സമയമായിരിക്കും. അപ്പം നന്നായിട്ട് എന്താ പറയുക, നാരങ്ങയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്കലും സാമ്പാറും ചീരച്ചേമ്പ് ഉപ്പേരിയും പയറുപ്പേരിയും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. കുടി കഴിഞ്ഞ് വന്നുകൊണ്ട് നല്ലൊരു വിശപ്പായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസമാണ് അല്ലേ. ചിക്കനും മീനൊക്കെ ഒരുപാട് കഴിക്കുന്നതിലും എത്രയോ ഭയങ്കര ടേസ്റ്റാണ് ഇടയ്ക്ക് നമ്മൾ ഈ പച്ചക്കറി ഉണക്കലൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. നല്ല രുചി ഉണ്ടായിരുന്നു. ഭയങ്കര പുളിയൊക്കെ ഇട്ട് അച്ചാറ് രക്ഷയില്ല. അന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സി യു.